ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബോൺ ജോഹോ ഡയറക്റ്റ് ചെയ്ത് റോബർട്ട് പാറ്റിസൺ പ്രധാന വേഷത്തിൽ വരുന്ന സയൻസ് ഫിക്ഷൻ ഫാന്റസി സിനിമയായ മിക്കി 17 ആണ്. പാരസൈറ്റിന് ശേഷം ബോൺ ജോഹോയും ബാറ്റ്മാനിന് ശേഷം റോബർട്ട് പാറ്റിസണും ആദ്യമായിട്ട് ഒന്നിക്കുന്ന സിനിമ കൂടെയാണിത്. സോ ആ രീതിയിൽ നല്ല ഹൈപ്പ് ഓൾറെഡി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ കഥയിലേക്ക് വന്നാൽ ഒരു നിയർ ഫ്യൂച്ചറിൽ, അതായത് 2050s നടക്കുന്നൊരു കഥയാണിത്. ബൈ ദാറ്റ് ടൈം ക്ലോണിംഗ് കണ്ടെത്തിയെങ്കിലും അത് ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് എന്നതുകൊണ്ട് അത് യൂസ് ചെയ്യാനുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടായിരുന്നു. സോ ഭൂമി വിട്ട് മറ്റ് ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റ്സ് കണ്ടെത്താനുള്ളൊരു മിഷനിൽ അവർ എത്തുന്ന പ്ലാനറ്റ്സിലെ കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യാൻ ഈ ക്ലോണിംഗ് പ്രോഗ്രാം ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് മിക്കി എന്ന ആളിലും. സോ ഓരോ തവണ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴും ഓരോ മിക്കി മരിക്കുന്നു. അടുത്ത മിക്കിയെ ഇതുവരെ ജീവിച്ചതിൻ്റെ ഓർമ്മകളുമായി വീണ്ടും പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും മരിക്കുന്നു, വീണ്ടും പ്രിൻ്റ് ചെയ്യുന്നു. അങ്ങനെ മിക്കി 17-ലെത്തുന്നു. പക്ഷേ ഈ 17ാമത്തെ മിക്കി ചില കാരണങ്ങൾ കൊണ്ട് മരിച്ചില്ല. അതറിയാതെ അവർ 18ാമത്തെ മിക്കിയും പ്രിൻ്റ് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു കോംപ്ലിക്കേഷനും ഈ പ്ലാന്റിലേക്ക് കുടിയേറാൻ വന്ന ഈ ടീമിൻ്റെ ലീഡറിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ആ പ്ലാന്റിൽ ഓൾറെഡി ഉള്ളൊരു സ്പീഷീസുമായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതുമാണ് ഇതിലെ മറ്റ് സപ്ലോട്ടുകൾ. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്ലോണിംഗ് കാരണം മിക്കിയുടെ ക്യാരക്ടർ അനുഭവിക്കുന്ന ആ ഒരു ട്രോമയും ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂമാണ് ഫസ്റ്റ് ഹാഫിലെ മെയിൻ ഫോക്കസ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷനും അതുതന്നെയായിരുന്നു. റോബർട്ട് പാറ്റിസൺ എന്ന ആക്ടിൻ്റെ റേഞ്ച് ഇവിടെ വീണ്ടും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരേ ഫോട്ടോസ്റ്റാറ്റ് പോലത്തെ രണ്ട് ആൾക്കാരാണെങ്കിലും രണ്ട് വ്യത്യസ്ത ആൾക്കാരായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും അതുകൊണ്ട് ഇത് തന്നെ ആകുന്നു. പക്ഷേ ഈ സ്റ്റോറി ലൈൻ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അതിനുള്ള ടൈം ഇവിടെ അവർ കൊടുത്തില്ല. കോമഡി നെഗറ്റീവ് ക്യാരക്ടറിൽ വരുന്ന മാർക്ക് റഫലോൻ്റെ ക്യാരക്ടറും പിന്നെ മിക്കിയുടെ ലവറായിട്ട് വരുന്ന നവമി ആക്കിയുടെയും പെർഫോമൻസും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. VFX സെറ്റ് ഡിസൈനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഒരിടത്തും മോശമായിട്ട് തോന്നിയ ഒരു സീക്വൻസും ഇല്ലായിരുന്നു. ഐമാക്സിൽ ഫുൾ സ്ക്രീൻ റേഷ്യോയിലായിരുന്നു ഈ ഫിലിം. അതുകൊണ്ട് തന്നെ വിഷ്വലി നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ഓക്കെ, ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണ് ഈ സിനിമ ആകാൻ ശ്രമിക്കുന്നത് എന്ന ഐഡിയ ഇല്ല എന്നുള്ളതാണ്. റോബർട്ട് പാറ്റിസണിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റും ഈ ക്ലോണിംഗ് കാരണമുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റൊക്കെ ഒരു കോമഡി സെറ്റാർ രൂപത്തിൽ ഓഡിയൻസിനോട് സംസാരിക്കുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയ സീൻസ് ആയിരുന്നു. ഒരു നീറ്റ് സയൻസ് ഫിക്ഷൻ ഫിലിമായിട്ട് തുടങ്ങിയിട്ട് പകുതി വഴിയിൽ ഈ കോമഡി എലിമെൻറ്റ്സ് പക്ഷേ കൂടുന്നുണ്ട്. പിന്നീട് ആ ഏലിയൻസിൻ്റെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി വഴിയിൽ ഈ സിനിമയുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നുണ്ട്. ആ ഏലിയൻസുമായിട്ടുള്ള ഒരു സബ്പ്ലോട്ട് പിന്നീട് കഥയുടെ മെയിൻ പ്ലോട്ട് ആകുന്നുണ്ട്. അത് എനിക്ക് തീരെ വർക്കായില്ല. ആ പ്ലോട്ടിലൂടെ ആരാണ് യഥാർത്ഥ ഏലിയൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസ് എന്നൊക്കെയുള്ള പൊളിറ്റിക്സ് ആണ് സംസാരിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അത് അത്ര കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു റിയലിസം ഫീൽ ചെയ്തില്ല. കോമഡി എലിമെൻറ്റ്സ് ഒരു ഹിറ്റ് ഓർ മിസ് തന്നെയായിരുന്നു മിക്ക സമയത്തും. ക്ലാസ് ഡിഫറൻസിനെ ഒരു സറ്റയറായിട്ട് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അത്ര ഇമ്പാക്റ്റ് ഇല്ലാതെ പോയി. മാർക്ക് റഫല്ലോ തനിക്ക് കിട്ടിയ മെറ്റീരിയൽസ് വെച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും. സോ ഓവറാൾ പറഞ്ഞാൽ ബോൺ ജോഹോയുടെ മുൻപത്തെ വർക്കുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഫിലിം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ ഈ ഫിലിം ആ ഏലിയൻസിൻ്റെ പ്ലോട്ടിലേക്ക് കടക്കുമ്പോഴും പടത്തിൻ്റെ ആ ഒരു ലെങ്ത്തും സിനിമയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. പക്ഷേ റോബർട്ട് പാറ്റിസണിൻ്റെ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു കഥയും പുള്ളിക്കാരൻ്റെ പെർഫോമൻസും അതിനോടൊപ്പം നല്ല വിഷ്വൽസും കൂടെ ആകുമ്പോൾ ഇതിനെ വാച്ചബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആക്കുന്നുമുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് മിക്കി 17. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.